20th question. ദാ 3 identical coils. C1, C2, C3 are closely placed at that they share common axis. Common axis ആണ്. C2 midway ആണ്. C1 carries a current in anti-clockwise direction. Yes. ഇത് anti-clockwise ആണ് C1. C3 carries a current in clockwise direction. And C2 will be yes. C2 ൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ക്ലോക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ചോയ്സ് നോക്കിയാൽ മനസ്സിലാവും. C1, C3 മൂവ് എവേ, അടുത്തേക്ക്, ദൂരേക്ക്, ഇങ്ങനെയൊക്കെ പറയേണ്ട കേസ്. കോയിലുകൾ അടുത്തേക്കോ ദൂരേക്കോ മൂവ് ചെയ്യുമ്പം ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ കൺസെപ്റ്റ് ആലോചിക്കാൻ നല്ല ലെൻസ് റൂൾ. അതിൽ ഏറ്റവും എളുപ്പതാണ്. കറണ്ട് പാരലൽ വയറിൽ കറണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ യെസ് അട്രാക്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ റിപ്പൽ. ഒരു കൺസെപ്റ്റ് അത്. രണ്ടാമത്തത് when coils are moving away from each other. അപ്പോൾ ലെൻസ് റൂൾ പ്രകാരം they have to be getting attracted. അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറണ്ട് എന്ത് ചെയ്യണം? സെയിം സെൻസിൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യണം. ഇൻഡ്യൂസ്ഡ് കറണ്ട്. യെസ്. അപ്പോൾ കോയിൽസ് ആർ മൂവിങ് ടുവേർഡ്സ് ആണെങ്കിൽ ലെൻസ് റൂൾ പ്രകാരം കോസ് എഗെയിൻസ്റ്റ് ആവണമെങ്കിൽ ഒപ്പോസ് ചെയ്യണം. അപ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് സെൻസ് ആയിരിക്കണം. ഈ കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. നോക്കാം. 3 കോയിൽസ്. ഒരു കോയിൽ C1, നടുവിലുള്ള കോയിൽ C2, യെസ്. അടുത്ത കോയിൽ C3. ആദ്യത്തേൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കാം. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതിൽ ക്ലോക്ക് വൈസ്, ഇതിങ്ങനെ വിചാരിക്കാം. റൈറ്റ്. ഇനി ഓരോ ചോയ്സും വെച്ച് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ചോയ്സിൽ പറഞ്ഞത് C1, C3 മൂവ് വിത്ത് ഈക്വൽ സ്പീഡ് അവേ ഫ്രം C2. അപ്പോൾ ഇതിങ്ങോട്ട്, ഇതിങ്ങോട്ട്. ദൂരേക്ക് പോകുന്നു. ദൂരേക്ക് പോകുമ്പോൾ അട്രാക്ട് ചെയ്യണം. അട്രാക്ട് ചെയ്യണമെങ്കിൽ സെയിം സെൻസ് വരണം. യെസ്. അപ്പോൾ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് വരും. റൈറ്റ്. ഇത് ദൂരേക്ക് പോകുന്നു, അട്രാക്ട് ചെയ്യണം, സെയിം സെൻസ് വരണം. ഇത് ക്ലോക്ക്, ഇതുകൊണ്ട് ഇതിലുള്ള കറണ്ട് അതേപോലെ ഇവിടെ ക്ലോക്ക് വൈസ്. അപ്പം സ്പീഡ് ഈക്വൽ ആയതുകൊണ്ട് ഇത് ഇൻഡ്യൂസ് ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ടും ഇത് ഇൻഡ്യൂസ് ചെയ്യുന്ന ക്ലോക്ക് വൈസ് കറണ്ടും ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്, ക്യാൻസൽ ചെയ്യും. അതിൽ ഇൻഡ്യൂസ് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് തെറ്റ്. രണ്ടാമത് C1 മൂവ് ടുവേർഡ്സ്. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ്. C3 മൂവ്സ് എവേ ഫ്രം C2. അപ്പോൾ ഇത് ഇങ്ങോട്ടാണ്. അപ്പം നോക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ടുള്ള സാധനം അടുത്തേക്ക് വരുമ്പം റിപ്പൽ ചെയ്യണം. അപ്പോൾ ഓപ്പോസിറ്റ് സെൻസ്. അപ്പോൾ ഇതുകൊണ്ട് ക്ലോക്ക് വൈസ് വരണം. ദൂരേക്ക് പോകുന്നു, അട്രാക്ട് ചെയ്യണം. അപ്പോൾ ഇതേ സെൻസ് വരണം. അപ്പോൾ ഇതുകൊണ്ടും ക്ലോക്ക് വൈസ് വരണം. യെസ്. നമുക്കതാ വേണ്ടത്, ക്ലോക്ക് വൈസ്. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്തു ക്ലോക്ക് വൈസ്. ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഫിനിഷ്. എനിക്കതാണ് ഈസി മെത്തേഡ്. ഫൈൻ.